എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കയും കൊണ്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ വെണ്ടയ്ക്കയാണ്. ഇതിന് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ഇത് രണ്ടായിട്ട് മുറിച്ചെടുക്കുക. ഇതിൻ്റെ മസാല തയ്യാറാക്കാനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം ഇട്ടുകൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് 10 അല്ലെങ്കിൽ 12 വറ്റൽമുളകും കൂടി ഇട്ടുകൊടുത്ത് എല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാനായി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് 10 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പൊടിച്ചെടുക്കാൻ. അടുത്തതായി അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കുക. ഇതാ വെണ്ടയ്ക്ക ഇപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.